രസിപ്പിക്കാൻ വരുന്നവർ പതപ്പിക്കരുത്. പിന്നെ ഒരു പെങ്കൊച്ചിരുന്ന് ഗിങ്ങി കരയുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോമോ കേട്ടാന്ന് നല്ല അടിപൊളി വീടാണെന്ന് പറയുന്നു, വലിയ വീടാണെന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് ഈ പ്രാവശ്യം കൂടുതലായിട്ട് പറയുന്നത് ഒരു നമ്മളൊരു കണ്ടസ്റ്റന്റിന്റെ കൂടെ ഒരാളും കൂടി വീട്ടിലെ ഒരു ബന്ധുവോ പിന്നെ അല്ലെങ്കിൽ കൂട്ടുകാരനോ ആരെങ്കിലും ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അയാൾ അവിടെ ഒരു ഫണ്ണി സ്റ്റേജിൽ വെച്ച് തന്നെ ഒരു ഫണ്ണി ടാസ്ക് ഒക്കെ നടത്തിയിട്ട് എന്നിട്ടാണ് ഹൗസിലേക്ക് കണ്ടസ്റ്റിനെ കയറ്റി വിടുന്നത്. അല്ല ഈ ഫാമിലി മെമ്പറിനെയോ കൂട്ടുകാരനെയോ ഒരിക്കലും ഹൗസിലേക്ക് കടത്തി വിടുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യം മെമ്പേഴ്സിന് അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറയുന്നു ഒന്ന് കേൾക്കുന്നു. ഞാൻ കോമണറായിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോൾസ് ഒന്നും വന്നിട്ടില്ല ഗൈസ്. ചുമ്മാ അയച്ചതാ, വെറുതെ എന്താണെന്ന് അറിയാൻ ഇവർക്ക് ഇല്ല. പിന്നെ നമുക്ക് കോൾസ് ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. പിന്നെ നമ്മൾ ഫെയിമൊന്നും അല്ല, എന്നാൽ കോമണർ എന്നുള്ള രീതിയിൽ ഞാൻ ആസ് ആൻ അഡ്വക്കേറ്റ് ഇൻഫ്ലുവൻസർ ഇൻസ്റ്റയിലും അഡ്വക്കേറ്റ് അനഖ നടിച്ചാൽ ഇൻസ്റ്റയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് അയച്ചു നോക്കിയതാണ്. എനിവേ എന്ത് തന്നെ ആയാലും നല്ല അടിപൊളി കിടിലൻ കളിയാവട്ടെ. ലാലേട്ടൻ പറയുന്നത് എനിക്ക് ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, അതെനിക്ക് വിക്ടിം കാർഡ്, ഇങ്ങനെയുള്ള കുറെ കാർഡുകളെ പേര് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇറക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും ബിഗ് ബോസ് ആണോ ഇതെല്ലാം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പ്രാവശ്യം ആരെങ്കിലും ഫേക്ക് ലവ് കോംബോ എടുക്കുന്നു, ഫേക്ക് കോംബോ എടുക്കുന്നുണ്ടോ, ലവ് കോംബോ എടുക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ കണ്ട് ഫോറിലും ദിൽഷ റോബിനുമായിട്ടുള്ളൊരു ഫേക്ക് ലവ് കോംബോ ഒക്കെ വന്നതാണ്. പാവം റോബിൻ അത് വിശ്വസിച്ചു. അതേ കണക്കുള്ള ഒരുപാട് ഫേക്ക് പിന്നെ റിയൽ ആയിട്ടുള്ള ലവ് കോംബോ ഉണ്ടായിരുന്നു പേളി മണിയുടെയൊക്കെ ശ്രീനിയുടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ലവ് കോംബോ ഉണ്ട്. പക്ഷെ ഫേക്ക് ആയിട്ട് ആരെങ്കിലും ലവ് കോംബോ പിടിക്കുന്ന തരത്തിൽ, കാരണം എന്ത് കോംബോ ആയാലും നമ്മൾ ഇവിടെ ഇരുന്ന് പ്രേക്ഷകരെന്ന് പറയാം അയ്യോ അവർ തമ്മിൽ കല്യാണം കഴിച്ചെങ്കിൽ എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നും നടക്കത്തില്ല. ഇതെല്ലാം അവരുടെ കളിയുടെ ഭാഗമാണ്. പിന്നെ എല്ലാവരും സേഫ് ഗെയിം ആരും കളിക്കാതിരിക്കട്ടെ. സേഫ് ഗെയിം കളിക്കുന്നവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചോണം, പിടിച്ച് പുറത്താക്കണം. കാരണം എല്ലാവരും വർത്താനം പറയണം, എന്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇടപെടാതെ അനങ്ങാതെ മാറിക്കും. നമ്മളിങ്ങനെ നന്മമരമായിട്ടിരിക്കും. അങ്ങനെ നന്മമരം കളിക്കുന്നവരെ ആരെയും അവിടെ നിർത്താനായിട്ട് പാടില്ല. അത് വ്യൂവേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫർ നന്നായിട്ട് കളിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ കുറെ നെഗറ്റീവ് വന്ന് കുറച്ച് വൃത്തിയും കാര്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ലവ് കോംബോ പിടിച്ചതൊക്കെ ജാസ്മിന് വിനയായി. അല്ലെങ്കിൽ ജാസ്മിൻ വളരെ നന്നായിട്ട് കളിച്ച് 1ാം സ്ഥാനത്ത് വരേണ്ട ഒരാളാണ്. പക്ഷെ ജാസ്മിൻ എന്തുകൊണ്ടോ അപ്പൊ ആ ജാസ്മിനോടുള്ള ആ ഒരു തിരിച്ച് ജാസ്മിൻ പിന്നെ എന്തുവാ പറയുന്നത് നമ്മുടെ ജിൻഡോ ആയിട്ടുള്ള പ്രശ്നം വന്ന് ജിൻഡോ 1ലായി. അങ്ങനെ അർജുൻ 2ലായി. പക്ഷെ അർജുനൊക്കെ വളരെ സേഫ് ഗെയിം കളിച്ച ആളാണ്. നല്ല കളിച്ചവര് നല്ല വൃത്തിയായിട്ട് കളിച്ച ആൾക്കാരെല്ലാം ഔട്ടായി പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ട് സേഫ് ഗെയിമായിട്ട് കുറേ ഇങ്ങനെ കാത്തുകാത്തിരിക്കും. അതിനുശേഷം അവര് കളിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ വോട്ട് ചെയ്യുന്നവര് സേഫ് ഗെയിം കളിക്കുന്നവരെ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കണം. കാരണം അവർ കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാം നല്ല ഫണ്ണായിട്ട് ഇവിടെ കുറെ നല്ല ഫണ്ണി പഴയ ബലൂൺ പൊട്ടിപ്പ് അങ്ങനെയൊക്കെയുള്ള ടാസ്കുകളൊക്കെ നല്ല അടിപൊളി ഭയങ്കര കിടിലൻ ടാസ്കുമായിട്ടൊക്കെ ബിഗ് ബോസ് വരട്ടെ എന്നുള്ളതാണ്